കരയാമ്പറമ്പ് സെയിന്റ് ജോസഫ് ചർച്ച്. വിശ്വാസോജ്വലമായ തീഷ്ണഭാവങ്ങളിലാണ് ഇന്ന്. 2009 പൂർത്തീകരിച്ച ഈ വിശ്വാസ കൂട്ടായ്മയുടെ മന്ദിരം സായൂജ്യത്തിന്റെ നെറുകയിലാണ്. നാഷണൽ ഹൈവേയിൽ തൃശൂരിനും അങ്കമാലിക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന സെയിന്റ് ജോസഫ് ചർച്ചിൽ 450-ലേറെ വീടുകൾ വിശ്വാസത്തിന്റെ തീഷ്ണധാരയിലാണ്. വികസനത്തിന്റെ ധൃതിയിൽ ഈ പ്രദേശം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മീയതയുടെ നവ്യപ്രകാശം തൂവി ഈ പ്രദേശമാകെ പൂരിതമാക്കുവാനും ഈ ദേവാലയം വഴിയൊരുക്കുന്നു. എൻ്റെ പേര് ഫാദർ കുര്യൻ കട്ടക്കയം. വിശുദ്ധ യൗസേ പിതാവിൻ്റെ സ്വർഗീയ മാധ്യസ്ഥം സ്വീകരിച്ചിട്ടുള്ള കരയാമ്പറമ്പ് ഇടവകയിൽ 450ഓളം കുടുംബങ്ങളാണുള്ളത്. നാഷണൽ ഹൈവേ 47 തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ദേവാലയം എന്നുള്ള രീതിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വളരെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലൊന്നായി കരയാമ്പറമ്പ് സെൻറ്റ് ജോസഫ് ദേവാലയം മാറിക്കഴിഞ്ഞു. പാരിഷ് ഫാമിലി യൂണിയൻ്റെയും പാരിഷ് കൗൺസിലിൻ്റെയും നേതൃത്വത്തിൽ ഇടവകയുടെ ആധ്യാത്മികവും ബൗദ്ധികവുമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി ഇടവകങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു വരുന്നു. തിരുബാലസഖ്യം, CLC, KCYM, വിമൻ വെൽഫെയർ, വിൻസെൻ്റ് ഡിപ്പോൾ തുടങ്ങിയ എല്ലാ ഭക്ത സംഘടനകളും ഈ ഇടവകയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നടക്കുന്ന വിശുദ്ധ കുർബാനയിലും ഞായറാഴ്ചകളിൽ രാവിലെ 6:45-നും 9 മണിക്ക് നടക്കുന്ന വിശുദ്ധ കുർബാനയിലും ഇടവകങ്ങളെല്ലാവരും ഭക്തിയോടുകൂടി പങ്കെടുക്കുന്നു എന്നുള്ളതും സന്തോഷം നിറഞ്ഞ കാര്യമാണ്. 2009-2011 കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട പോൾ കൈപ്രമ്പാടൻ അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് ജോസഫ് ദേവാലയം പണിയപ്പെട്ടത്. ഇടവകങ്ങളെല്ലാവരുടെയും വളരെ നാളത്തെ പ്രാർത്ഥനയുടെയും ആഗ്രഹത്തിൻ്റെയും വലിയ കഠിനാധ്വാനത്തിൻ്റെയും കൂട്ടായ്മയുടെയും ദൈവം നൽകിയ പ്രതിഫലമാണ് മനോഹരമായ ഈ ദേവാലയം. നാഷണൽ ഹൈവേയുടെ ചാരത്ത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കാരണത്താൽ ഈ വഴിയെ പോകുന്ന 100 കണക്കിന് ആളുകൾ ദിവസവും ഈ ദേവാലയത്തിൽ കയറി പ്രാർത്ഥിക്കുകയും ഇതിൻ്റെ നിർമ്മാണ ചാരുതയും ഇതിൻ്റെ ഭക്തിനിർഭരമായ അന്തരീക്ഷവും എല്ലാവരുടെയും പ്രശംസയ്ക്ക് കാരണമാവുകയും ചെയ്തിട്ടുള്ളതാണ്. ഇടവകങ്ങളെല്ലാവരുടെയും സജീവമായ പ്രവർത്തനവും കൂട്ടായ്മയും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള നിർലോഭമായിട്ടുള്ള സഹകരണവും ഇടവകയെ വളരെ സജീവമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കുട്ടികളുടെ മതബോധന കാര്യങ്ങളും മതാധ്യാപകരുടെയും പ്രവർത്തനവും വളരെ അടുക്കും ചിട്ടയോടും കൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതും ഇടവകയുടെ ആധ്യാത്മികമായ വളർച്ചയെയും ഭാവിയെക്കുറിച്ചും സന്തോഷകരമായ കാര്യമാണ്. സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിൻ്റെ മാധ്യസ്ഥം ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്കും പ്രാർത്ഥിക്കാനായി ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന നാനാജാതി മതസ്ഥരായ എല്ലാവർക്കും തൊഴിൽ മേഖലകളിൽ സമൃദ്ധമായ അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യൗസേ പിതാവിൻ്റെ മാധ്യസ്ഥവും തിരുക്കുടുംബത്തിൻ്റെ അനുഗ്രഹവും എല്ലാ കുടുംബങ്ങൾക്കും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. Hallelujah, hallelujah, hallelujah. Praise the Lord and lift His name. Hallelujah, hallelujah, hallelujah. Praise the Lord and lift His name. You must have heard of the Lord of Israel who stopped the terror of the Pharaoh. Whoa. He's the same God of power, and so I'll never fear the burning fire. He's so much higher. His spirit is here. It's
Lord and lift his name. Hallelujah, hallelujah, hallelujah. Praise the Lord and lift his name. Hallelujah, hallelujah, hallelujah. Praise the Lord and lift his name. Hallelujah, hallelujah, hallelujah. Praise the Lord and lift his name. Hallelujah, hallelujah, hallelujah. Praise the Lord and lift his name. Hallelujah, hallelujah, hallelujah. Praise the Lord and lift his name. Hallelujah, hallelujah, hallelujah. Praise the Lord and lift his name. In the Spirit, we fall on our knees, and our whole life we lay at your feet. In the Spirit, we fall on our knees, and like David, we rise up and dance before you. Take off your burdens, take off your sorrows, put on your dancing shoes. Let me Yes, hear you. Señor. Take off your fears and take off your pain. Put on your robes of righteousness. Yes, Prove Señor. it, prove it, prove it, prove it, prove it. Forever and ever and ever he will reign. Take off your burdens, take off your sorrows, put on your dancing shoes. Let me hear you. Take off your fears and take off your pain. Put on your robes of righteousness. Prove it. We fall on our knees, and our whole life we lay at your feet. In the Spirit,
ഒരു നൂറ്റാണ്ടിൻ്റെ ഓർമ്മകളിൽ സന്തോഷവും സന്താപവും ഇടകലർന്ന ജീവിത പെരുമ പറയുന്ന മുത്തശ്ശി. ഓർമ്മത്തുരുത്തിലെങ്ങോ ഇഴപിരിഞ്ഞിടറിപ്പോയ ആത്മബന്ധങ്ങളുടെ തിരിശേഷിപ്പ് അടർത്തിയെടുത്തിവർ ഗദ്ഗതം മുറ്റുന്ന വാക്കുകൾ പങ്കുവെക്കുന്നു. ഒരു 25 വീടേ ഉള്ളൂ കരിയാമ്പറമ്പത്തന്ന്. അന്ന് വണ്ടി പോകാനായിട്ട് ഒരു കാളവണ്ടി പോകാനുള്ള വഴിയുള്ളൂ, മുന്നത്തെ ആ റോഡ്. അന്ന് കിഴക്കേ സൈഡിലാണ് ഈ കപ്പോള ഉള്ളത്. അന്ന് സ്കൂളൊന്നും ഇല്ല അവിടെ. ആ കപ്പോളയിൽ ഞങ്ങൾ 2 കൊല്ലം 2 കുർബാന ആണ്ടിലും ഒരിക്കൽ 2 കുർബാനയുണ്ട്. അങ്ങനെ അങ്കമാലിപ്പള്ളിയിൽ പോയാണ് ഞങ്ങൾ കുർബാന കാണുന്നത്. കവലക്കാടനച്ഛന് ഇരിക്കുന്ന സമയത്ത് ആണ് ഞാൻ വന്നത്. അച്ഛൻ വന്ന് ഇവിടെ ദിവസവും ഉച്ച തിരിയുമ്പോൾ അച്ഛൻ അവിടുന്ന് ഇറങ്ങും, നടന്നു വരും. നടന്ന് വന്ന് കരിയാമ്പറമ്പത്ത് വന്ന് ഒരുമാതിരിയുള്ള വീടുകളിലൊക്കെ പോകും അച്ഛൻ. അങ്ങനെ വൈകുന്നേരം വന്നപ്പോൾ ഞങ്ങൾ ഈ രാവ് കുർബാന കാണാൻ വന്നത് അങ്കമാലിപ്പള്ളിയിൽ പോകുന്നത് അച്ഛൻ കാണുന്നുണ്ട്. ഒരു കുർബാന കാണാനുള്ള ഒരുക്കങ്ങൾ അച്ഛൻ തുടങ്ങി. അപ്പം പള്ളിക്ക് കൊടുത്തേക്കുന്നത് ആ കിഴക്കേ സൈഡാറിന്. അതിൽ ഈ കപ്പോള വന്നപ്പോൾ ആശാൻ വന്ന് അവിടെ ഇരുന്ന് നിലത്തെഴുത്ത് പഠിപ്പിക്കും. നിലത്തെഴുത്ത് പഠിപ്പിച്ചു കൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും കൂടി പറഞ്ഞു ഇനി ഒരു ക്ലാസ് കൊടുക്കാം കൊച്ചങ്ങളെ പഠിപ്പിക്കാൻ. അങ്ങനെ പറഞ്ഞു ഓരോ ടീച്ചർമാർ വകയെടുത്ത് ഓരോ ക്ലാസ് ഉണ്ടാക്കി. അങ്ങനെ 5 ക്ലാസ് വഴി അവിടെ ആക്കി. അതിൽ പിന്നെയാണ് ഈ റോഡും വണ്ടിയും ഒക്കെ വന്നു തുടങ്ങിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ് നിങ്ങളെല്ലാവരും കൂടി സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ പള്ളി പണിയാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ അച്ഛൻ പള്ളി പണിയാനായിട്ട് കുറച്ച് കാശ് അച്ഛൻ സഹായിച്ചു തന്നു. ഞങ്ങളെല്ലാവരും കൂടി പണിയെടുക്കുന്നതൊക്കെ മേക്കാട്ട് പണിയൊക്കെ ഞങ്ങൾ തന്നെയാണ് കഴിക്കുന്നത്. കൽപ്പടി വരിക്കലും കല്ല് ചോക്കലും എല്ലാം ഞങ്ങൾ കഴിച്ചു. അങ്ങനെ പള്ളി പണിതു. അന്ന് ആളില്ലല്ലോ, അത് കാരണത്താൽ ആദ്യം വലിയ പള്ളിയല്ലായിരുന്നു അന്ന്. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ പള്ളി പണിത് അവിടെ കുർബാന ചൊല്ലി. ഇവിടെ കരാച്ചറച്ചനെ കൊണ്ടുവന്നാണ് അവിടെ ഇരിക്കുക. കരാച്ചറച്ചൻ ഇവിടെ വന്നപ്പോൾ അച്ഛന് കലവും ചട്ടിയും മുതൽ വർക്കി സാറിൻ്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്ന് കൊടുത്തത്. അങ്ങനെ കഴിഞ്ഞിരുന്നു. പിന്നെ ഒടുവിൽ വന്നപ്പോൾ ആൾക്കാർക്കൊക്കെ മുട്ടുകുത്താൻ സ്ഥലമില്ലാണ്ടായി. പിന്നെ ഇനി എന്താ വേണ്ടേ, ഈ പള്ളി പൊളിച്ചു പൊളിയാന്നും പറഞ്ഞുകൊണ്ടൊക്കെ എല്ലാവരും കൂടി പിരിവിട്ട് പള്ളി വലിയ പള്ളിയാക്കി. ഇപ്പം 2 പള്ളിയും ഞാൻ വന്നേ പിന്നെയാണ് ഈ 2 പള്ളിയും പണിതത്. ഈ ഒരു മാസം ഞങ്ങൾ ഈ മാതാവിൻ്റെ മാസനക്കം കഴിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരേ തീപ്പെട്ടിയിൽ ഒരേ തീപ്പെട്ടി അരി കൊണ്ടുവരും. ഞങ്ങൾ 29 ആൾ ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോരും ഒരു പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ കുരിശുമില്ല, തിരിയില്ല, ഒന്നുമില്ല. അങ്ങനെ പിരിവെടുത്തു. ഞങ്ങൾ 2-3 തിരി മേടിച്ചു, മാതാവിൻ്റെ രൂപം മേടിച്ചു വെച്ചു. അങ്ങനെയാണ് അവിടെ മാസനക്കം കഴിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ആൾക്കാർ അന്നൊക്കെ വേല എടുത്താൽ എന്ത് സാധനം എടുത്താലും ഒരു വീതം പള്ളിയിൽ കൊടുക്കും. ഞായറാഴ്ച ദിവസം എല്ലാവരും കൊടുക്കും. ഒരു ചരക്കയായാലും മത്തങ്ങ ആയാലും അച്ചിങ്ങ ആയാലും ഓരോ സാധനങ്ങൾ കാഴ്ച വയ്ക്കാനായിട്ട് കൊടുക്കും. അങ്ങനെ ലേലം വിളിച്ച് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിയാണ് പള്ളി പൂർത്തിയാക്കിയത്. ആ പള്ളി കഴിഞ്ഞപ്പോഴാണ് പിന്നത്തെ പള്ളി നോക്കാൻ നോക്കിയത്. അങ്ങനെ 2 പള്ളിയും പണിതു. അതിൽ കുർബാനയും കണ്ട് ഞാൻ എനിക്ക് പോകേണ്ട സമയമൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ദൈവം വിളിക്കേണ്ടത് എപ്പോഴെന്ന് വെച്ചാൽ അപ്പം പോവും ഞാൻ. ഇവിടെ വന്ന് കുറച്ചധികം കഷ്ടപ്പെട്ടു. ഞങ്ങൾ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് പല രാജ്യത്തും പോയി വേല ചെയ്തുകൊണ്ടെന്നാണ് ഈ മക്കളെ വളർത്തിയത്. അന്നൊക്കെ ഒരു സാധനമില്ല അവിടെ. പല്ല് വയ്ക്കാൻ ഉമ്മിക്കഞ്ഞി മുതൽ കിട്ടാൻ വഴിയില്ല അവിടെ. വല്ലവരും നെല്ല് കുത്തി കഴിയുമ്പോൾ ഉമ്മി മടുത്ത് കഴിച്ച് ഞങ്ങൾ പല്ലേക്കണേ. ഇപ്പൊക്കെ തമ്പുരാൻ തന്നു എല്ലാവർക്കും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു കപ്പോളം വണ്ടിയാണ് ഈ സ്ഥലത്തിൻ്റെ അപ്പം മേടിച്ചെന്താ. അങ്ങനെ അടുത്തപ്പം ഞാൻ കപ്പോളം വണ്ടിയാൻ 2 സെൻറ്റ് സ്ഥലം എൻ്റെ പേർക്ക് കൊടുത്തു. കപ്പോളം
അന്തോണിസിനാണ് വെച്ചാണത്. അതൊന്നും തൊട്ട് പൊടിച്ചൊക്കെ പോകുന്നു. ഇപ്പം എല്ലാ മക്കൾക്കും ഒന്നിനും കുഴപ്പമില്ല. അവർക്കൊക്കെ ജീവിക്കാനുള്ള മാർഗമായി. ഇപ്പം 7ാമത്തെ മോനാണ് ഇനിയിപ്പോൾ കല്യാണം കഴിക്കാൻ പോണേ. 7ാമത്തെ മോൻ. 7 മക്കളുടെയും പേരക്കിടാങ്ങളുടെയും ഒക്കെ കഴിഞ്ഞു. ഇനി ഇതൊരാൾ മാത്രമേ ഉള്ളൂ. ആ പേരക്കിടാങ്ങളുടെ കല്യാണവും ഞാൻ കൂടി. അപ്പൂപ്പൻ കൂടാൻ പറ്റിയില്ല. അപ്പൂപ്പന് മൂത്തമ്മാൻ്റെ ഒരു മോള് കല്യാണം കഴിച്ചു. അന്ന് അപ്പൂപ്പൻ വീണ് 6 കൊല്ലവും 7 മാസവും അപ്പൂപ്പനെ ഞാൻ നോക്കി. ആശുപത്രിയിലും വീട്ടിലുമായിട്ട് കഴിച്ചു. കുട്ടി കുറച്ചും ബുക്ക് കഴിച്ചു. ഞാൻ എല്ലാം കർത്താവ് ഇരിക്കുന്ന തന്നതിന്. നവംബർ പുണ്യങ്ങൾ പൂക്കുന്ന പൂക്കാലം. നവംബർ മാസാചരണത്തിലൂടെ തിരുസഭാ മാതാവ് എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നത്? നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശപ്പെട്ടവർക്ക് നിഷേധിക്കരുത്. അതെ, ശുദ്ധീകരണാത്മാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമുക്ക് മുൻപേ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയവർ, അവർ നമ്മെ വിളിച്ച് കേഴുന്നത് നാം കേൾക്കുന്നില്ലേ? സഹായത്തിനു വേണ്ടിയുള്ള ആ നിലവിളിക്ക് നമുക്ക് കാതോർക്കാം. ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടുമുള്ള കടമകൾ നമുക്ക് നിറവേറ്റാം. ഞങ്ങൾ അവതരിപ്പിക്കുന്നു രക്ഷയുടെ വാതിൽ. എത്ര ആഡംബരത്തോടെ അവർ എന്നെ സംസ്കരിച്ചു. ആണ്ടും കഴിഞ്ഞു. ഇനി അവർ എനിക്കായി ഒന്നും ചെയ്യില്ലല്ലോ. എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ. എത്ര നാൾ ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ ഞാൻ വേദന സഹിക്കണം. ഭൂമിയിലെ എത്ര നവംബറുകൾ കഴിഞ്ഞുപോയി. എന്നിട്ടും ഞാനിവിടെ. ഈ നവംബറിലെങ്കിലും എൻ്റെ രക്ഷയ്ക്കാവശ്യമായവ ചെയ്തിരുന്നെങ്കിൽ എത്ര നാൾ ഞാൻ ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ സഹിക്കണം. എൻ്റെ കുടുംബത്തെയും മക്കളെയും എത്ര സ്നേഹിച്ചു. അവരുടെ നന്മയ്ക്കായി എന്തെല്ലാം ചെയ്തു. എന്നിട്ടും അവർ എനിക്കായി ഒന്നും ചെയ്യുന്നില്ലല്ലോ. അവർക്കതിനൊന്നും നേരമില്ല. ലോകത്തിൻ്റെ പിറകെ പായുന്നു. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. എത്ര നാൾ ഈ ശുദ്ധീകരണ സ്ഥലത്ത് ഞാൻ സഹിക്കണോ? ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി എത്ര ത്യാഗങ്ങൾ സഹിച്ചു. അവരെല്ലാം മറന്നുപോയി. ഇപ്പോൾ അവർ ഒന്നെ ഓർക്കുന്നു പോലുമില്ല. എത്ര നാൾ ഞാൻ ഈ ശുദ്ധീകരണ സ്ഥലത്ത് സഹിക്കണം? പ്രിയപ്പെട്ടവരെ, നന്മ ചെയ്യാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ഞങ്ങൾക്കോ സ്നേഹിക്കാൻ നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. ഞങ്ങൾക്കോ കടമകൾ നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയും. ഞങ്ങൾക്കോ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ യാചനകൾ ദയാപൂർവം സ്വീകരിച്ച് ഞങ്ങളെ സഹായിക്കണമേ. രക്ഷയുടെ വാതിൽ കടന്ന് നിത്യനായവന് നിത്യസ്തുതി പാടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? നിങ്ങളുടെ അമ്മ ഇന്ന് ഇങ്ങോട്ട് വരികയല്ലേ? അനിയൻ്റെ വീട്ടിലെ 1 മാസത്തെ വിശേഷങ്ങളുമായിട്ടാ വരവ്.
വേണ്ടാത്ത കാര്യത്തിലൊന്നും തലയിടാതെ ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ ഒതുങ്ങിക്കൂടി കഴിഞ്ഞോളാൻ പറയണം. ഉവ്വ, അമ്മ വരുമ്പോഴുള്ള നിന്റെ സ്ഥിരം പല്ലവയിലേത്? ഇതാ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾ അമ്മയുടെ സൈഡേ പറയൂ. ഒരു മാസമല്ലേ അമ്മ ഇവിടെ ഉള്ളൂ, അപ്പോഴെങ്കിലും അത് സമാധാനത്തിൽ കഴിഞ്ഞോട്ടെ. അതിന് നീ സമ്മതിക്കില്ല എന്ന് വെച്ചാ? എന്താ മോനെ ഉച്ചത്തിലൊരു സംസാരം? ഏയ് ഒന്നുമില്ല അമ്മേ. അമ്മ എന്തിനാ തനിച്ചു വന്നത്? ഞാൻ വന്ന് കൊണ്ടുവരുമായിരുന്നല്ലോ. ഇനിയിപ്പോൾ ഒരു മാസം ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ജോലിക്ക് പോകണ്ടേ? അല്ലെങ്കിൽ എന്നും എന്താ തിരക്ക്? ഹായ്, അമ്മമ്മ വന്നോ? എൻ്റെ മുത്തിനെ കാണാനല്ലേ രാവിലെ തന്നെ അമ്മമ്മ പോന്നത്. എന്നാ മോനെ? മതി കിന്നാരം പറിച്ചില്, സ്കൂളിൽ പോകാൻ നേരായി. വാ ഇങ്ങോട്ട്. അമ്മേ, മരുന്ന് വല്ലതും വാങ്ങാനുണ്ടോ? വേണ്ട മോനെ, 2 ദിവസത്തേക്ക് കൂടി ഉണ്ട്. അത് സാരമില്ല അമ്മേ. അമ്മ കുറിപ്പിങ് തന്നേ. ഈ വയസ്സാം കാലത്ത് അധികം മരുന്നൊന്നും കഴിക്കുന്നത് അത്ര നല്ലതല്ല. നീ വലിയ ഡോക്ടറൊന്നും ആവണ്ട, എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും പോന്നത് അല്ലേ? ആ, ഞാൻ കഴിച്ചിട്ടാ പോന്നത്. ഇതൊക്കെ എടുത്തേ ആ മുറിയിലെങ്ങാനും കൊണ്ടുവന്ന് വെക്ക്. ഹലോ, എന്താ സൂസി? സ്ഥലം മാറ്റമോ? പത്തനംതിട്ടയ്ക്കോ? അതിന് 1 വർഷമോ? ഏയ്, അതൊന്നും പറ്റില്ല. 1 മാസം തന്നെ ഞാൻ എത്ര കഷ്ടപ്പെട്ടാ നോക്കുന്നതെന്നറിയാമോ? എന്ത്, വൃദ്ധബന്ധത്തിലാക്കാമെന്നോ? ഏയ്, എന്തായാലും ജോസേട്ടൻ വരട്ടെ. ശരി, എന്നാൽ ഞാൻ വെക്കട്ടെ. ആരാ മോളെ ഫോണില്? കേട്ടില്ലേ? ഇളയ മരുമോളാ. അടുത്ത മാസം കുടുംബസമേതം പത്തനംതിട്ടയ്ക്ക് പോകാണത്രേ. ബേബിച്ചന് സ്ഥലം മാറ്റം. അമ്മയെ കൂടെ കൊണ്ടുപോകട്ടെ? അമ്മേ, ചായ കുടിച്ചോ? വാ മോനെ. ഇതാമ്മേ മരുന്ന്. ആരാ വരുന്നത്? തൊമ്മിക്കുഞ്ഞിന്റെ മോൻ ബെന്നിച്ചനല്ലേ? ആണല്ലോ. എന്താ വെന്നിച്ച പതിവില്ലാതെ ഈ വഴിക്ക്? ഞാൻ ആ വടക്കേപ്പറമ്പിലെ ടോമിച്ചിന്റെ വീട് വരെ ഒന്ന് പോകാറിങ്ങിയതാ. അമ്മച്ചിയെ കണ്ടപ്പോ ഒന്ന് കയറിയതാ. എന്താ മോനെ അവിടെ വിശേഷിച്ച്? അവിടുത്തെ സ്ഥിതി വളരെ കഷ്ടത്തിലാ അമ്മച്ചി. ടോമിച്ചൻ വാർക്കപ്പണിക്കിടെ വീണ് ശരീരം തളർന്ന് കിടപ്പില. ഞാനും കേട്ടു. ഞാൻ ഇടയ്ക്കൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാറുണ്ട്. അവിടം വരെ ഒന്ന് പോകാൻ കഴിഞ്ഞില്ല. ശരി അമ്മച്ചി, ഞാൻ ഇറങ്ങട്ടെ. അമ്മയ്ക്ക് മോനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മേ? അമ്മച്ചിയുടെ മനസ്സിന് ഒരു സുഖവുമില്ലടാ. മരിച്ചവരുടെ മാസമല്ലേ, അപ്പച്ചന് വേണ്ടി കുർബാനപ്പണം നീ കൊടുത്തില്ലേ? ഉവ്വമ്മേ, ഞാനും അത് ആലോചിക്കുന്നുണ്ട്. നമുക്കൊരു ചാത്തം നടത്തിയാലോ? അത് നല്ല കാര്യ മോനെ. അപ്പച്ചൻ മരിച്ചിട്ട് വർഷം എത്രയായി? ഇനി ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അങ്ങനെയൊന്നും പറയരുത് മോളെ. അപ്പച്ചൻ ജീവിച്ചത് ഈ കുടുംബത്തിന് വേണ്ടിയാ. അത് നിങ്ങൾ മറക്കരുത്. അതെനിക്കറിയില്ലേ അമ്മേ. അപ്പച്ചൻ്റെ കഷ്ടപ്പാട് കണ്ടല്ലേ ഞാൻ വളർന്നത്. എന്നുവെച്ച് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. നീ വായിട്ടളിക്കണ്ട. അല്ലെങ്കിലും ഇവിടെ എൻ്റെ വാക്കിന് എന്താ വില? അമ്മേ, എന്നാ ഇനി വൈകിക്കണ്ട. നമുക്ക് ടോമിയുടെ വീട് വരെ ഒന്ന് പോകാം. ശരി മോനെ. ടോമി, എന്നെ മനസ്സിലായോ? ഇപ്പോഴാണ് ഇവിടെ വരെ ഒന്ന് വരാൻ കഴിഞ്ഞത്. മോളെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ചില നല്ല മനുഷ്യര് സഹായം ചെയ്യാറുണ്ട്. പിന്നെ പള്ളിയിലെ പല സംഘടനകളും എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. അമ്മേ, എത്ര പ്രാവശ്യം പറഞ്ഞേക്കണതാ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കല്ലേന്ന്. എവിടെയെങ്കിലും ഉരുണ്ട് വീണാല് അമ്മ ഇവിടെ ഇരുന്ന് കൊന്ത ചൊല്ലിയാ മതി. എന്തിനാ അനി നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അമ്മയെ എവിടെയെങ്കിലും കൊണ്ടാക്കാൻ പാടില്ലേ? ഇപ്പം എല്ലാവരും അതാ ചെയ്യുന്നത്. ഇല്ല ചേച്ചി, ഞാനത് ചെയ്യില്ല. എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ അമ്മയെ നോക്കും. കാരണം ചേട്ടൻ എപ്പോഴും പറയുമായിരുന്നു അമ്മ വളരെ കഷ്ടപ്പെട്ട മക്കളെ വളർത്തിയതെന്ന്. എന്താ ചേച്ചി, എന്താ?
അമ്മയെ എങ്ങനെയാ നോക്കണേന്ന് കണ്ടു പഠിക്കടി. അവളെ നീ കുറ്റം പറയണ്ട. അവൾ എന്നെ നല്ലോണം തന്നെയാ നോക്കുന്നത്. എന്നോട് ക്ഷമിക്കൂ അമ്മച്ചി. അപ്പന് വേണ്ടി ഒരു ചാത്ത് നടത്തുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും വരണോട്ടോ. എങ്ങനെ വരാനാ? ഞാൻ ഇവിടെ ഇരുന്ന് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. വിഷമിക്കണ്ട ആനി, ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരാം. രക്ഷയുടെ വാതിൽ കടന്ന് നിത്യനായവന് നിത്യസ്തുതി പാടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അനാദികാലം മുതലേ നിങ്ങൾക്കായി സജ്ജമായിരിക്കുന്ന നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിച്ചാലും എനിക്ക് ഈശോയുടെ സ്വരം കേൾക്കാം. ഈശോയെ കാണാം. എനിക്ക് ഈശോയെ കാണാം. ഞാൻ ഈശോയെ കാണുന്നു. ശുദ്ധീകരണ സ്ഥലം ശിക്ഷയുടെയല്ല, രക്ഷയുടെ കവാടമാണ്. അവരുടെ മോചനത്തിന് നമ്മുടെ പ്രാർത്ഥനകളും പ്രായശ്ചിത്തങ്ങളും എത്രയേറെ അനിവാര്യമാണെന്ന് ഞങ്ങൾ നിങ്ങളെ വീണ്ടും അനുസ്മരിപ്പിക്കുന്നു.